പല നേതാക്കളും ഈ ഒരു വിഷയം രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കളുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായതാണ്. പലരും ഉമാ തോമസ് MLA ആകട്ടെ, ഷാനിമോൾ ഉസ്മാൻ ആകട്ടെ, ബിന്ദു കൃഷ്ണയാകട്ടെ, ഈ പറഞ്ഞതുപോലെ താര ടോജോ ആയിക്കോട്ടെ, അതുപോലെ ദീപ്തി മേരി വർഗീസ് ആയിക്കോട്ടെ, അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ, പലരുടെയും പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണവും ഈ നേതാക്കളെല്ലാം തന്നെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് ഉമാ തോമസിനെതിരെയൊക്കെ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട് ഇത് സ്വന്തക്കാർക്കിടയിലും ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വന്തം പോകട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നിലപാട് പറയുമ്പോൾ എന്തിനിങ്ങനെ അസഹിഷ്ണുതരാകണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നിഷാദ്, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ മെൻറ്റാലിറ്റിയെ നമ്മൾ എങ്ങനെ മറികടക്കും? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അയാൾ എന്ത് പാതകം ചെയ്താലും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞൊരു പ്രത്യേക മൂഡ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാനേ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശന വിധേയനാകുന്നത്? അതെന്താണ് അവർ ആലോചിക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് ഗർഭം അലസിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നു. അങ്ങനെ ഗർഭം അലസിപ്പിക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് ആവശ്യപ്പെടുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാണോ ഇവരുടെ നിലപാട്? നിന്നെ കൊല്ലാൻ എനിക്ക് മിനിറ്റുകൾ മാത്രം മതി. അങ്ങനെ ഏതെങ്കിലും ഒരു യുവതിയെ അവർ ഗർഭിണിയായതിനു ശേഷം ഒഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ അവരെ കൊല്ലാനുള്ള റൈറ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നാണോ ഇവർ വിചാരിക്കുന്നത്? പല ആളുകളുടെയും ഇൻബോക്സിൽ പോയി അവരുടെ കംഫർട്ട് ലെവൽ മാനിക്കാതെ അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ധീരനായ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് പെണ്ണിൻ്റെയും സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതറിഞ്ഞാലും നിങ്ങൾ നിശബ്ദരായിരിക്കണം എന്നാണോ ഈ പിന്തുണക്കാർ പറയുന്നത്? പാർട്ടിക്കകത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ, സിമ്പതൈസേഴ്സ്, ഇവരുടെ എല്ലാം പേജിൽ പോയിട്ടോ ഇൻബോക്സിൽ പോയിട്ടോ ഇദ്ദേഹം ചെയ്തിട്ടുള്ള വൃത്തികേടുകളുടെ വിശദാംശങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട നേതാവും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും തീപ്പൊരി നേതാവുമാണ്. അദ്ദേഹം അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ വിനീത വിധേയഭാവത്തിൽ ഏറ്റുവാങ്ങണം എന്നാണോ ഈ പിന്തുണക്കാർ പാർട്ടിക്കാരോട് പറയുന്നത്? ആണോ? അതായത് രാഹുലേട്ടൻ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ നമ്മൾ സഹിക്കേണ്ട എന്ന് പറയുന്ന അതാണോ ഇവരുടെ നിലപാട്? വിധേയൻ സിനിമയ്ക്കകത്തെ പോലെ പട്ടേലരെ കാണുന്നത് പോലെ കാണണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ എങ്ങനെ പരുവപ്പെട്ടു വരുന്നു, അതെങ്ങനെ വിപത്കരമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അത്ഭുതമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇത് എവിടെ നിന്നാണ്? ഇതിൻ്റെ ഉള്ള ഊർജ്ജം കിട്ടുന്ന എവിടെ നിന്നാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നിലകൊള്ളുന്ന ആളുകൾ ആർക്ക് വേണ്ടിയൊക്കെയാണ് സംസാരിക്കുന്നത്? അവരെ തിരുത്താൻ ഇതിൻ്റെ ബെനഫിഷ്യറി ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? ഉമാ തോമസിൻ്റെ യാതൊരു ബന്ധവുമില്ല. അവരുടെ ഫേസ്ബുക്ക് പേജിലെ പ്രകാശ് വർമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ, വേറെന്തോ ഒരു കാര്യമാണ് അവരെ എഴുതിയിരിക്കുന്നത്. അതിന് താഴെ പോയിട്ട് നിങ്ങൾ അന്നത്തെ വീഴ്ചയിൽ ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് എന്ത് അവകാശം രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിക്കാൻ? നിങ്ങൾ വിമർശിക്കപ്പെട്ടപ്പോൾ നിങ്ങളെ പിന്തുണച്ച ആളല്ലേ, അയാളെ നിങ്ങൾ തിരിച്ചു വിമർശിക്കാൻ പാടുണ്ടോ എന്ന പറ്റിൽ പിന്നെ വൃത്തികെട്ടതും അല്ലാത്തതുമായിട്ട് നിരവധിയായ വിമർശനങ്ങൾ കാണുന്നു. പിന്നെയും പല നേതാക്കളുടെ പോസ്റ്റുകൾക്കടിയിൽ പോയി, ജോസഫ് വാഴക്കൻ്റെ പോസ്റ്റിനടിയിൽ പോയി സ്ത്രീകളുടെ പ്രത്യേകം തന്നെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ മാരകമായി ആക്രമിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പല കഥകളുണ്ട്. അതിൽ തന്നെ ചില CPMമാർ വേഷം മാറി വന്ന് ആക്രമിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നവരെയും കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ആർക്ക് വേണ്ടിയാണ് ഈ തെമ്മാടിക്കൂട്ടം ഈ ബഹളം ഉണ്ടാക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണെങ്കിൽ അയാൾക്ക് പിന്നെയും നമ്മളൊരു 10 സെക്കൻഡ് മൈക്ക് കൊടുക്കാം. അയാൾ വന്നിട്ട് പറയണം ഈ വൃത്തികൾ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു. എന്താ ചെയ്യാത്തതാണ്? VD സതീശൻ സ്ട്രോങ് പൊസിഷൻ എടുക്കുന്ന VD സതീശനെ ദുർബലനാക്കാൻ ശ്രമിക്കുന്നു സംഘടിത ആക്രമണത്തിലൂടെ. അയാൾ വന്ന് പറയണം, അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഗുരുവായ ഗോഡ് ഫാദറായ ഷാഫി പറമ്പിൽ വന്നിട്ട് പറയണം ഈ ചെയ്യുന്നത് തോന്നിയാവാസമാണ്, വൃത്തികേടാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന്. എന്താ അവർ പറയാത്തത്? അവരല്ലേ പറയേണ്ടത്? ഇപ്പോൾ CPM സൈബർ സംഘം ആക്രമിക്കുന്നു, അതിനെ CPMമാർ തടയുന്നില്ല എന്ന ആക്ഷേപം CPM തന്നെ കേൾക്കാറുണ്ടല്ലോ. മുഖ്യമന്ത്രി തന്നെയും ഈ ആക്രമണത്തിന് പിന്തുണക്കാരെ വെച്ച് കൊടുക്കുന്നു എന്നുള്ള വിമർശനം CPMമാർ കേട്ടിട്ടുണ്ടല്ലോ. ഇതിനകത്ത് കോൺഗ്രസ്സുകാർക്ക് ഉത്തരവാദിത്തത്തിലെത്തുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകളാണോ അവർ രണ്ടുപേർ വന്ന് പറയണം ഈ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല, ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് നിർത്താൻ തയ്യാറാണോന്ന് പറയേണ്ട ബാധ്യത അവർക്കാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണെന്നറിയോ? നോക്കൂ, നേതാക്കളെ പരസ്പരം ആക്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കളുടെ ആളുകൾ ഇപ്പുറത്തേക്ക് ആക്രമിക്കുന്നു, ഒരു നേതാവിൻ്റെ ഭാഗം അങ്ങോട്ടേക്ക് ആക്രമിക്കുന്നു. അങ്ങനെ ഇത് ആകമാനം താറുമാറായിരിക്കുന്നു.
പുറത്തുനിന്ന് ആർക്കും റോളൊന്നുമില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഇവരുടെ പരസ്പര തമ്മിലടിയുടെ ചെളിവാരി എറിയലിൻ്റെ മാലിന്യം വമിക്കുകയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം എപ്പോൾ നോക്കിയാലും. അപ്പോൾ ഈ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഈ പാർട്ടി വി ഡി സതീശൻ എന്ന ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെയുള്ള പലതരം യുവ നേതാക്കൾ അവരൊരു ടീമായിരിക്കുന്നു. അകത്ത് വിള്ളലൊന്നുമില്ലാത്ത ടീം, ഉപതെരഞ്ഞെടുപ്പുകളെ ജയിക്കാൻ കഴിയുന്ന സംഘടിതമായ ടീം, ഒരുമയുടെ ടീം, ഒരു കാലത്തും കോൺഗ്രസിലില്ലാത്ത ഒരുമയുടെ കരുത്തിൻ്റെ പ്രതീകം എന്നാണ് അത് ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അത് മുന്നോട്ട് വന്നു കേട്ടോ, തർക്കമില്ല. അതിനകത്ത് സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് വന്നു. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും അഭിമാനമായിരുന്നു, കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് എല്ലാവർക്കും. ഇന്നതാ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 11ാം മണിക്കൂർ നിൽക്കുമ്പോൾ അതിൻ്റെ കാഴ്ച എന്താണ്? വി ഡി സതീശനെ ഓടിച്ചിട്ട് ചീത്ത വിളിക്കുകയാണ് അതേ പുകഴ്വാക്ക് പറഞ്ഞ ആൾക്കാർ. നീ ആരാണ് ഞങ്ങളുടെ രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ എന്ന് ചോദിക്കുകയാണ്. ആ വി ഡി സതീശൻ്റെ കൂടെയുള്ള ആളുകൾ ഈ തിരിച്ച് ഇവരെ ആക്രമിക്കുകയാണ്. 10ഓ 15ഓ ചേരികളായി പരസ്പരം ആക്രമിക്കുന്നു. ഞങ്ങളുടെ അഭിമാന താരകങ്ങൾ നിവർത്തന്നെ വാഴ്ത്തിയ വനിതാ നേതാക്കളെ പുലഭ്യം പറയുന്നു. അപ്പോൾ ജനം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ്റെ ഭരണത്തെ താഴെ വീഴ്ത്താനും എന്ന ഒരു സംഘടിത ശക്തിയുടെ നില ഇപ്പോൾ കാണുകയാണ്. ഏതോ ഒരു മൂന്നാംകിട കേസിൽ നാറി നിൽക്കുന്ന ഒരു നേതാവിന് വേണ്ടി പരസ്പരം അടിക്കുന്നു. അതിലൊരു പൊസിഷൻ എടുക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലും അവമതിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. സത്യത്തിൽ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ നില എന്താണ്? സെമി കേഡറാക്കണമെന്ന് കെ സുധാകരൻ ആഗ്രഹിച്ച പാർട്ടി ഇപ്പം തമ്മിലടിക്കുന്ന ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കിംഗ് സ്ഥലമാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ. അതായത് ആളുകൾ അതിനെ കാണുന്നത് എന്താണ്, അതിനെക്കുറിച്ചുള്ള പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിന് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ. അവിടെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മോശം സംഗതികൾ പറഞ്ഞ് അടിക്കുകയാണ്. സമീപകാലത്ത് കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും മോശം അനുഭവ തലങ്ങളിലൂടെയാണ് ആ പാർട്ടി കടന്നു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ എടുത്ത് ഇയാളെ പുറത്താക്കി. പക്ഷേ ആ പുറത്താക്കിയത് ഒറ്റക്കെട്ടായ തീരുമാനമാണ് എന്ന സന്ദേശമാണുള്ള ജനത്തിൽ കിട്ടുന്നത്. കോൺഗ്രസ് മോശം ആരോപണം ഉയർന്നു വന്ന ഒരാളെ ഞങ്ങൾ നീക്കിയിരിക്കുന്നു കാണണ്ട എന്നല്ലേ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ ഇപ്പോൾ പറയേണ്ടത്. പകരം പുറത്താക്കിയ നടപടി മെച്ചപ്പെട്ടതാണെന്ന് കുറച്ചുപേർ പറയുന്നു. ബഹുഭൂരിപക്ഷം ആൾക്കാർ വന്നിട്ട് ഈ നടപടി വേണ്ടിയിരുന്നില്ല, ഇത് തെറ്റായിപ്പോയി, കമ്മികളുടെ ആവേശത്തിനൊപ്പം നമ്മൾ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് വേദന പങ്കുവയ്ക്കുകയാണ്. എന്നുവെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു ആത്മാർത്ഥമായ നടപടി, ഞങ്ങളുടെ അഭിമാനകരമായ നടപടി എന്ന് വിശേഷിപ്പിക്കാൻ പോലും അവർക്ക് പറ്റാത്തവൻ തമ്മിലടിക്കുകയാണ്. ആത്യന്തികമായി ഇത് കേവലമായ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ഥിരം പേവേട്ടുകളുടെ ആക്രമണം മാത്രമല്ല, അതിനപ്പുറം ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെയും ഒറ്റക്കെട്ടാണെന്ന് എപ്പോഴും കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അത് ശിഥിലമാണെന്നുള്ള വിമർശനമാണ്. അതിനെ മറികടന്നുവെന്ന കോൺഫിഡൻസ് നിൽക്കുമ്പോഴാണ് ഈ അടി അടിക്കുന്നത്. ഇതിന് അവർ തന്നെ പേ ചെയ്യേണ്ടി വരും. എന്താ ഈ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? ഈ സൈബർ ആക്രമണവും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആളുകൾ എന്തിനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് എതിരെ ഉള്ള ശക്തമായ പാർട്ടികളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാം, ബി ജെ പി വിരുദ്ധരായ വോട്ടർമാർ. ഓക്കെ, കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് ആളുകൾ, അതായത് സി പി എമ്മിനില്ലാത്ത, എൽ ഡി എഫ് കക്ഷികൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത കോൺഗ്രസിനുള്ളതുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസിന് ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടാവുക. എന്താ പ്രത്യേകത? ആ പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊട്ടും വയലൻ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് വയലൻസ് അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതല്ല, അവരുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ നമ്മൾ എന്താണ് കഞ്ഞിക്കുഴി സതീശൻ എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും ഈ എന്താണ് അവരെക്കുറിച്ചുള്ള അവരുടെ നേതാക്കൾ, അവരുടെ പ്രവർത്തകരെ പറ്റിയുള്ളൊരു പൊതുജനങ്ങൾക്കുള്ളൊരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ അവരെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന പ്രോക്സിമിറ്റിയുള്ള ആളുകളാണ്. എത്ര താഴെ കടയിലുള്ള ഒരാൾക്കും ഒരു പാർട്ടി കത്തില്ലാതെ എത്ര ഉന്നതനെയും പോയി കാണാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉദാഹരണം. അപ്പോൾ അവരുടെ പ്രവർത്തകരെന്ന് വെച്ചാൽ അവർ ജനങ്ങൾക്കിടയിലുണ്ട്, ആർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ആളുകളാണ്, ഒട്ടും വയലൻ്റ് അല്ല, കുറച്ച് സഹിഷ്ണുതയുണ്ട്. അതായത് ഒരു ഐഡിയോളജിക്കലി എന്താ പറയുക ചാർജായി നിൽക്കുന്ന മനുഷ്യന്മാരല്ല കോൺഗ്രസ്സുകാർ. അവരുടെ ഏതോ ഒരു ഐഡിയോളജി, അവരുടെ ഐഡിയോളജിക്കൽ ശത്രുവിനെ തറ പറ്റിക്കുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്താണ് പറയുക, വേറൊരു ഐഡിയോളജിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരാൾ വന്നാൽ പോലും അതിലേക്ക് വളരെ പെട്ടെന്ന് ലയിച്ച് ചേരും. ഇപ്പോൾ ഉദാഹരണത്തിന് സന്ദീപ് വാര്യർ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് ഒരു എന്താണ് വെള്ളം പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. ആരെയും ആവാഹിക്കുന്ന, ആരുടെ അടുത്തും ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ സഹിഷ്ണുതയുള്ള, അങ്ങനെ ചീത്തയും വിളിയൊന്നും ഇല്ലാത്ത ആളുകളായിട്ടാണ് പൊതുവെ അതിൻ്റെ ഒരു പ്രതിച്ഛായ അങ്ങനെയാണ് കോൺഗ്രസിനെ പറ്റി. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതോടുകൂടി ഇപ്പം നമ്മൾ നോക്കുക 2020 മുമ്പ് ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുക. കോൺഗ്രസിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ, പാർട്ടി ഇങ്ങനെ കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അവർ തല കുനിഞ്ഞു പോവുകയും ശബ്ദം താഴുകയും അവർ ആകെ എന്താണ് പറയുക ലജ്ജാലുക്കളാവുകയും പതറിപ്പോവുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ. അങ്ങനെയാണ് അവരുടെ കോൺഗ്രസിൻ്റെ വക്താക്കൾ അങ്ങനെയാണ്. പ്രത്യേകിച്ചും എസ്പെഷ്യലി സോളാർ കേസിലൊക്കെ കോൺഗ്രസ്സുകാർ വന്നിരുന്ന് വേർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതിനൊരു മറുവശം ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ കുറച്ച് ചെറുപ്പക്കാർ ചാനൽ ചർച്ചകളിൽ വന്നിട്ട് CPM-നെ തിരിച്ചറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതുവരെ എല്ലാ അറ്റാക്കും ഇവരെ ഏറ്റുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു ചർച്ചയാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. പക്ഷേ ഇതെന്താണ്, കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. വലിയ ചെറിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ആ തലമുറയിൽ വന്ന എല്ലാ കോൺഗ്രസ് വക്താക്കളും അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായി. അതൊരു കോൺഗ്രസിൻ്റെ ശൈലിയല്ല യഥാർത്ഥത്തിൽ. CPM-നെ കടന്നാക്രമിക്കുന്ന, പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ശൈലി ഒരിക്കലും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അണികൾക്കുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല. അത് സോഷ്യൽ മീഡിയയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അപ്പോഴും കോൺഗ്രസിൻ്റെ കടന്നലുകൾ, അതായത് ഇപ്പോൾ കടന്നലുകളെന്ന് വിളിക്കുന്നത് ഈ പാർട്ടിയുടെ ആളുകളെയാണല്ലോ. CPM-നാണ് അതിൻ്റെ ഏറ്റവും പഴിയുള്ളത്. CPM-നാണ് കടന്നലുകൾ എന്ന ആക്ഷേപം കൂടുതലുള്ളത്. പക്ഷേ CPM-ൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ ഈ സൈബർ അണികളേക്കാൾ കോൺഗ്രസിന് പ്രശ്നങ്ങളില്ല എന്നല്ല, താരതമ്യേന അവർ സഹിഷ്ണുക്കളാണ്. അങ്ങനെ പോയിട്ട് തെറി വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം ഈ സൈബർ അണികളിൽ വരുന്നൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒന്നും ആലോചിച്ച് നോക്കുക, ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും അവരുടെ തന്നെ വനിതാ നേതാക്കൾ അവർ തെറി വിളിക്കുക നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പാർട്ടിക്കകത്തെ, കോൺഗ്രസിനകത്തെ ഏതോ ഒരു 2 അഭിപ്രായം അല്ലെങ്കിൽ 15 അഭിപ്രായം ഒന്നും എനിക്ക് അഭിപ്രായമില്ല. ഇത് രാഹുൽ മാങ്കൂട്ടം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതിൽ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുക? ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടായി, കോൺഗ്രസ്സുകാർ വന്നിട്ട് അഭിപ്രായം പറയില്ല, അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ബഹുഭൂരിഭാഗം കോൺഗ്രസ്സുകാരും സോഷ്യൽ മീഡിയയിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദിക്കുന്നവരാരാണ്? ഈ സ്ത്രീകളായുള്ള വനിതാ നേതാക്കൾ മാത്രമാണ് ശബ്ദിക്കുന്നത്. പുരുഷന്മാരായ ആളുകളൊക്കെ പരമാവധി മിണ്ടാതിരിക്കണം, 1-2 പോസ്റ്റ് ഇട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും അവരാണ് ഭൂരിഭാഗം കോൺഗ്രസ്സുകാർ നമ്മൾ വിചാരിക്കേണ്ട. ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വിഭാഗമാണ്. ആ ശബ്ദമാണ് പുറത്ത് കേൾക്കുന്നത്. അതിനെ എക്കോ ചേമ്പറായിട്ട് ന്യൂസ് ചാനലുകൾ മാറുകയാണ്. മനസ്സിലാവുണ്ടോ? അതായത് ബഹുഭൂരിഭാഗം കോൺഗ്രസ്സുകാരും ഈ വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന അങ്ങനെയില്ല. അവിടെ ശബ്ദിക്കുന്നത് ഒരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നു. ആ ഗുണ്ടകൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു നിൽക്കുന്നത്. അതായത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ ഉണ്ടാക്കുന്ന ബഹളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞില്ല, താര ടോജോ അലക്സ് അവരൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ ഡോക്ടർ പ്രേംകുമാർ, അദ്ദേഹം ഇപ്പോൾ ഇടത് സഹയാത്രികനാണല്ലോ, അദ്ദേഹം വന്നിട്ട് എന്തോ കമൻറ്റ് ചെയ്തു, കൊള്ളാം, നല്ല നിലപാടാണ് എന്ന് പറഞ്ഞിട്ട്. അത് സ്വാഭാവികമായിട്ടും അക്രോസ് ദ പാർട്ടി എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. CPM-ൽ നിന്ന് ഒരാൾ നിലപാട് പറഞ്ഞാൽ ഈ നിലപാട് കൊള്ളാം, അതൊരു ജനാധിപത്യ ബോധമല്ലേ? ഇവർ തമ്മിൽ രഹസ്യ കമ്മ്യൂണിക്കേഷനുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് താര ടോജോ, ഇവരെന്തോ ഡിജിറ്റൽ മീഡിയ സെല്ലിന് എന്തോ ആളാണെന്ന് തോന്നുന്നു, ആ രഹസ്യങ്ങൾ പ്രേംകുമാർ ചോർത്തി കൊടുക്കുന്നത് ഇവരാണ്. അങ്ങനെയൊക്കെയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, യഥാർത്ഥ കോൺഗ്രസ് അണികളാണെങ്കിൽ അങ്ങനെ പറയില്ല. ഇവർ വാട്സപ്പിൽ നിന്ന് ചോർത്തി കൊടുക്കുകയാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ ഇതൊരു ഗുണ്ടാ സംഘമാണ്, ഇവർ സൈബർ ഗുണ്ടാ സംഘമാണ്. ഇതൊരിക്കലും കോൺഗ്രസിൻ്റെ സംസ്കാരമോ അല്ല, അവരുടെ ശീലമോ അല്ല, അവരങ്ങനെയേ അല്ല. ഇനി അങ്ങനെയുള്ള ആളുകൾ ആ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ള ബോധം ഇനി കോൺഗ്രസ്സിന് വേണം. ഇതുവരെ നിങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ള നിങ്ങളുടെ അണികളല്ല, ഇത് ഇങ്ങനെയുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അത് ഒരിക്കലും കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല. മറ്റ് പാർട്ടികൾക്ക് പല രീതിയിൽ ഗുണം ചെയ്യുമായിരിക്കും. BJP-ക്കോ CPM-നോ അത്തരം കടന്നൽ കൂട്ടങ്ങൾ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ കോൺഗ്രസ്സിന് ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം കോൺഗ്രസ്സിന് ആൾ വോട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള മോബിൻ്റെ ശക്തി കണ്ടിട്ടല്ല. അവരുടെ സാധാരണക്കാരായ പ്രവർത്തകർ താഴെ തട്ടിലിറങ്ങി റേഷൻ കാർഡിൽ പേര് ചേർക്കാനും വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാനും ആളുകളുടെ കാര്യത്തിന് വേണ്ടി ഓടിപ്പഞ്ഞാണ് ആളുകളെ കണ്ടിട്ടാണ് ഈ കോൺഗ്രസ്സിന് ആൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഐഡിയോളജി കണ്ടിട്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഫാഷിസ്റ്റ് വിരുദ്ധത കണ്ടിട്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നതമായ ജനാധിപത്യ ബോധം കണ്ടിട്ടോ ഒന്നുമല്ല. അവരുടെ വളരെ ലളിത ജീവിതം നയിക്കുന്ന ലളിത മനസ്കരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ കണ്ടു വോട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള നേതാക്കന്മാരിൽ ആകർഷമായ ആളുകൾ വോട്ട് ചെയ്യുന്നതാണ്. ആ വ്യക്തിത്വത്തിനാണ്, അവർ പുലർത്തുന്ന വ്യക്തിത്വത്തിനും ജനാധിപത്യ ബോധത്തിനും സഹിഷ്ണുതയ്ക്കുമാണ് ആൾ വോട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഈ സൈസുള്ള മസിൽ പവറോ അല്ലെങ്കിൽ ഈ സൈസുള്ള കടന്നാക്രമണമോ കൊണ്ട് ആൾ വോട്ട് ചെയ്യുന്നതല്ല എന്ന് ആ പാർട്ടി തിരിച്ചറിയണം. കാരണം ഇത്തരം ആളുകൾ അവർക്കിടയിൽ ഉണ്ട് എന്ന് ആ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ട അവസാന ഘട്ടമാണിത്. അതെ, അഭിപ്രായങ്ങൾ പറയുമ്പോൾ, നിലപാടുകൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ട് കാര്യമില്ല. ആ ഒരു നിലപാട് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്.